ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. എമ്മാവൂസ് ഉത്തിതന്റെ പ്രത്യക്ഷങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു അവതരണമാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം കാണുന്ന എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടേത്. എമ്മാവൂസ് എവിടെയാണ്? ആദ്യകാലങ്ങളിൽ എമ്മാവൂസ് ആഘോഷിച്ചിരുന്നത് എമ്മാവൂസ് നിക്കോപോളിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന് കാരണം എമ്മാവൂസ് അംവാസ് എന്നുള്ളതിൻ്റെ അർത്ഥം ചൂട് ഉറവകളുടെ ഇടമെന്നാണ്. മക്കബയരുടെ പുസ്തകത്തിലാണ് പിന്നീട് എമ്മാവൂസിനെ കുറിച്ച് പറയുക. മക്കബയരുടെ ഗ്രാമമായ മുദീനടുത്താണ് ഈ നിക്കോപോളിസ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം 160 സ്ഥാദിയോൺ ദൂരമാണിതിന്. എന്ന് പറഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്റർ. 5-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ചില മാനുസ്ക്രിപ്റ്റുകളിൽ 160 സ്ഥാദിയോൺ എന്നുണ്ട്. പക്ഷെ ഏറ്റവും പഴയ ഉറവിടങ്ങളിലേക്ക് പോകുമ്പോൾ, മാനുസ്ക്രിപ്റ്റിലേക്ക് പോകുമ്പോൾ 60 സ്ഥാദിയോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററിനുള്ള സാധ്യതയില്ല. പകരം ഏകദേശം 12 കിലോമീറ്റർ 60 സ്ഥാദിയോൺ. കുരിശുദ്ധ കാലഘട്ടത്തിൽ അവർ അതാണ് തപ്പുന്നത്. അങ്ങനെ അവർ കണ്ടെത്തുന്ന രണ്ടിടങ്ങളിൽ ആദ്യം കണ്ടെത്തിയ ഇടം അബുഗോഷ് എക്സ്കവേഷൻ നടത്തിയപ്പോൾ കണ്ടെത്തിയത് ടൈറ്റസിന്റെ സൈന്യത്തിലെ ദേച്ചിമ ഫത്തൻസിസ് 10ാം സൈന്യം തമ്പടിച്ചിരുന്ന സ്ഥലമാണ്. അതിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതിനോട് ചേർന്നുള്ള ഗ്രാമം കിരിയത്തിയേരിൽ ഫിലിസ്തീനിൽ നിന്ന് വാഗ്ദത്ത പേടകം തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ച സ്ഥലം. ഇവിടെ നിന്നാണ് ദാവീദ് രാജാവ് വാഗ്ദത്ത പേടകം കൊണ്ടുപോയി ജെറുസലേം ദേവാലയത്തിൽ സ്ഥാപിക്കുന്നത്. ഇതിനുശേഷം കുരിശുദ്ധക്കാർ കണ്ടെത്തുന്ന സ്ഥലമാണ് എമ്മാവൂസ് എൽ കുബൈബ്, പലസ്തീനക്കാരുടെ ഗ്രാമം. പോകുന്ന വഴിയാണ് നബി സാമുവേൽ പ്രവാചകന്റെ കബറിടമുള്ള സ്ഥലം. അവിടെ നിന്ന് 4 കിലോമീറ്റർ കൂടി പോയാൽ 12 കിലോമീറ്റർ ദൂരത്തിൽ 60 സ്ഥാദിയോൺ ദൂരത്തിൽ എമ്മാവൂസ് അൽ കുബൈബ്. ഈ ഗ്രാമത്തിൽ കുരിശുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തും. 1940കളിൽ രണ്ടാമതും എക്സ്കവേഷൻ നടത്തിയപ്പോൾ അതിൻ്റെ വടക്കു വശത്തായി റോമൻ കാലഘട്ടത്തിലുള്ള വഴിയും BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള ജനവാസ കേന്ദ്രവും കണ്ടെത്തുന്നു. അതോടുകൂടി ഈ സ്ഥലം കർത്താവിന്റെ കാലഘട്ടത്തിലും താമസിച്ചിരുന്ന ഒരു ഗ്രാമമാണെന്ന് വ്യക്തമാകുന്നു. ഇവിടെയുള്ള പള്ളി ഫ്രാൻസിസ്കൻസിൻ്റെതാണ്. 1904 തീർത്ത ഈ പള്ളി മെൻഡനിൽ നിന്നുള്ള ഫെൻഡനിൻ ബ്രദറാണ് നിർമ്മിച്ചത്. ഇതിന്റെ കവാടത്തിൽ തന്നെ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരെയും കർത്താവിനെയും കാണാം. ഉള്ളിലേക്ക് പോയാൽ ഇടതുവശത്ത് ക്ലയോഫാസിന്റെ വീടിന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരിൽ ഒരാൾ ക്ലയോഫാസ്. ആൾത്താരയ്ക്ക് ചെന്നു കഴിഞ്ഞാൽ മുകളിൽ 3 പടങ്ങൾ: കർത്താവ്, ക്ലയോഫാസ്, വിശുദ്ധ ശിമയോൻ. ആൾത്താരയുടെ പിന്നിൽ കർത്താവ് ഈ ശിഷ്യന്മാർക്ക് മുമ്പിൽ അപ്പം മുറിച്ചു നൽകുന്ന ചിത്രീകരണമാണ്. ഏറ്റവും പിന്നില് പൗളയുടെ കബറിടമുണ്ട്. ഈ ഭക്തസ്ത്രീ ഫ്രഞ്ചുകാരിയായ ഈ ഭക്തസ്ത്രീയാണ് 1876 ഈ സ്ഥലം വാങ്ങുന്നതും ഫ്രാൻസിസ്കൻസിന് കൊടുക്കുന്നതും. പിന്നീട് അവിടെ ഫ്രാൻസിസ്കൻ ആശ്രമം വരുന്നു 1906. പിന്നീട് അവരുടെ സെമിനാരി വരുന്നു. ഈ എമ്മാവൂസ് നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുന്ന ചിത്രം 2 ശിഷ്യന്മാരുടേതാണ്. കർത്താവ് അവരുടെ കൂടെ നടക്കുന്നു. പക്ഷെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം അവരുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരുന്നു, ഹൃദയം മന്ദീഭവിച്ചിരുന്നു. കർത്താവ് വചനം പ്രഘോഷിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. കർത്താവിന്റെ സ്നേഹത്തിൽ അവരെല്ലാം തിരിച്ചറിയുന്നു, തിരിച്ചു നടക്കുന്നു. ഉത്തിതൻ നമ്മെയും വിളിക്കുന്നത് ഈ സ്നേഹത്തിലേക്കാണ്. വചനം തിരിച്ചറിയുക, ഹൃദയം ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകുക, ഉത്തിതനോടൊപ്പം നടക്കുക, സ്നേഹത്തിൽ എല്ലാം തിരിച്ചു പിടിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.